പാപ്പാത്തിച്ചോലയിലെ സർക്കാർ ഭൂമി കയ്യേറിയ ടോം സക്കറിയയുടെ കുടുംബത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ. ടോമിന്റെ സഹോദരൻ വില്ലേജ് ഓഫീസിൽ അതിക്രമിച്ചു കയറി രേഖകൾ കൈക്കലാക്കിയ കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ സർക്കാരിൽ നിയമമന്ത്രിയായിരുന്ന കെ.എം. മാണിയെ സ്വാധീനിച്ച് അനുകൂല നിലപാടെടുപ്പിച്ചെന്നും ആരോപണമുണ്ട്. സ്പിരിറ്റ് ഇൻ ജീസസ് മേധാവി ടോം സക്കറിയയുടെ സഹോദരൻ ബോബി സക്കറിയ 2007 ജൂൺ 6 ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിൽ അതിക്രമിച്ചു കയറി രേഖകൾ കൈക്കലാക്കാൻ ശ്രമിച്ചത്. തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത സർവേ നമ്പർ 65/77, 1622/62, 118/7 എന്നീ ഭൂമികൾ സംബന്ധമായ രേഖകളാണ് ഇയാൾ അപഹരിച്ചതെന്ന് ശാന്തൻപാറ പോലീസ് തയ്യാറാക്കിയ FIR വ്യക്തമാക്കുന്നു. വില്ലേജ് ഓഫീസറെ ആക്രമിക്കാനും അന്ന് ശ്രമമുണ്ടായെങ്കിലും പിന്നീട് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ഇതടക്കം നിയമവിരുദ്ധമായ നിരവധി പ്രവർത്തനങ്ങൾ സഹോദരന്മാരായ ടോം സക്കറിയ, ബോബി സക്കറിയ, ജിമ്മി സക്കറിയ എന്നിവരും പിതാവ് വെള്ളക്കുന്നേൽ സക്കറിയ ജോസഫ് നടത്തിയതായി ആരോപണമുണ്ട്. UDF സർക്കാരിന്റെ കാലത്തും ഇവർ മന്ത്രിമാരിൽ സ്വാധീനം ചെലുത്തി അനുകൂല നിലപാടെടുപ്പിച്ചതിന് തെളിവുകളുണ്ട്. തങ്ങളെ അന്യായമായി കയ്യേറ്റക്കാരായി മുദ്രകുത്തുകയാണെന്നും കൈവശമുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തരണമെന്നും ആവശ്യപ്പെട്ട സക്കറിയ 2012 അന്ന് നിയമമന്ത്രിയായിരുന്ന കെ.എം. മാണിക്ക് നിവേദനം നൽകിയിരുന്നു. മാണി റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനും അദ്ദേഹം ഇടുക്കി ജില്ലാ കളക്ടർക്കും നിവേദനം കൈമാറി. പലതവണ ഉദ്യോഗസ്ഥ റിപ്പോർട്ടുകളിൽ പ്രതികൂല പരാമർശവും അന്വേഷണ തീരുമാനവുമൊക്കെ ഉണ്ടായെങ്കിലും ഇരു മുന്നണികളിലും സ്വാധീനമുള്ളതിനാൽ സക്കറിയയെയും മക്കളെയും തൊടാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ടോം സക്കറിയയുമായി ഏറെ അടുപ്പമുള്ള പ്രദേശത്തെ ഒരു CPM നേതാവാണ് ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും ഒത്താശ ചെയ്യുന്നത്. പ്രദീപ് C, News 18, മൂന്നാർ.